വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് എക്സ്പോ കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങളായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെയുള്ള പ്ലാനായിരുന്നു എക്സ്പോ കാണാൻ പോകണം എന്നുള്ളത്. നമ്മൾ വന്നിട്ട് ഒരുമിച്ച് പോകാം എന്നുള്ള പ്ലാനിൽ ആയതുകൊണ്ട് തന്നെ ബ്രദറും ഹസ്ബൻഡും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ഓഫീസിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യം കണ്ടത്. ഇതേപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയിൽ സ്റ്റേജിലായിട്ട് ഷോസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അല്ലും അമ്മനും ബ്രദറിൻ്റെ മോളും ഒക്കെ നേരെ അതിലേക്കാണ് അട്രാക്റ്റ് ആയത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് നേരം അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്, വൈകുന്നേരം കൂടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ പോയിരുന്ന് അവരുമായിട്ട് കുറച്ച് നേരം ഷോ ഒക്കെ കണ്ടു. പ്രത്യേക ഒരു രസമുണ്ടായിരുന്നു നമുക്കും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺസൊക്കെ വെച്ചിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. അപ്പോൾ അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് കണ്ടു. അത് കഴിയാതെ അവരവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളും കുറച്ച് നേരം ഇതേപോലെ അവിടെ ഇരുന്നത് കണ്ടു. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഈ ഷോയൊക്കെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു അബദ്ധം പറ്റിയെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ചെറിയ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം നമ്മൾ എക്സ്പോയ്ക്ക് വന്നപ്പോൾ നമ്മൾ ഫാമിലി സോണിനൊരു ഏരിയ കണ്ടപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ടാണ് കയറിയത്. കുറച്ച് ദൂരം നടന്നപ്പോഴും നമുക്ക് പവലിയൻസ് ഒന്നും തന്നെ എക്സ്പോയുടെ കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചത്. അപ്പോൾ മനസ്സിലായി ഇതൊരു ഫാമിലി സോൺ എൻ്റർടൈനിങ് ഏരിയ ആണ്. ഇവിടെ പവലിയൻസ് ഒന്നും തന്നെ ഇല്ല. അതൊരു ഇൻ്റർനാഷണൽ ഏരിയയിലോട്ട് അല്ലെങ്കിൽ വേറെ കൾച്ചറൽ ഏരിയയിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് നടന്ന് നീങ്ങിയാൽ അവിടെ എത്താം എന്നുള്ള പ്ലാനിൽ നമ്മൾ മുന്നോട്ടങ്ങ് നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ തന്നെ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഏരിയയിൽ കയറിയപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് മിററിലൂടെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നടന്നു പോയപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഒരു ഗാർഡൻ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇതേപോലെ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന ബിഗ് ടെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കൺട്രീസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐക്കോണിക് സ്ട്രക്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പം തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നത്തില്ല. നമുക്കിതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വീക്കെൻഡും കൂടെ അല്ലാത്തത് കൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഖത്തർ എയർവേസ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗാർഡൻ ഏരിയയിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്തു. ഒത്തിരി ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എയ്ഫൽ ടവറിൻ്റെയൊക്കെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പം നമുക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത് കൾച്ചറൽ ഏരിയസിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ നടന്നു പോകാമായിരുന്നു എന്നാണ്. പക്ഷേ പിന്നീട് മനസ്സിലായി ഇല്ല, അത് നമുക്ക് വേറെ വഴി കൂടെ പോകണം. ഇവിടുന്ന് പോയാൽ ഒത്തിരി ദൂരം ഉണ്ടെന്ന്. എന്നിട്ട് തന്നെ നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നപ്പം മക്കൾക്ക് കളിക്കാനായിട്ടുള്ളൊരു ഏരിയ കണ്ടു. അവരവിടെ നിന്ന് എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ബ്രദറും ഇതേപോലെ കയറിയിരുന്ന് കളി തുടങ്ങി. നമ്മളിങ്ങനെ സ്ക്രീനിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആനിമൽസിനൊക്കെ കൊടുത്തിട്ട് നമ്മളത് ഓക്കെ ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് ഇതേപോലെ കാണാം. അത് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറേ നേരം അവിടെ അങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് അത് കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ പോലെ തന്നെ നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്ന കുട്ടികളുടെ തിരക്ക് കണ്ടത്. പിന്നെ അതുമല്ല ഒരു രക്ഷയില്ല, അവർ വരത്തില്ല. അവർ ക്യൂവിൽ ഭയങ്കര ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു. പെയിൻറ്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ പെയിൻറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു അവർക്കതൊന്നും അറിയില്ല, അവർക്കാകെ സ്പൈഡർമാൻ്റെ മാത്രം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടുപേരും ഒരു ധാരണയിലെത്തിയിട്ട് രണ്ടുപേരുടെ ഫേസിൽ സ്പൈഡർമാൻ്റെയാണ് ചെയ്തു കൊടുത്തത്. അതൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, അയൺമാനോ സൂപ്പർമാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ. പിന്നെ കിട്ടി സ്പൈഡർമാൻ വെച്ചിട്ട് രണ്ടുപേരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഭയങ്കര ഹാപ്പിയായി. ഒരു പ്രശ്നമില്ലാതെയാണ് ക്യൂവിലൊക്കെ നിന്നിട്ട് രണ്ടുപേരും ഇത് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പം കുറച്ച് മറൈനായിട്ടുള്ള ഫിഷസിനെയും ഇതേപോലെയുള്ളതൊക്കെ സെറ്റ് ചെയ്തൊരു ഏരിയയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കയറി അതൊക്കെ ഒന്ന് കണ്ടു. സ്റ്റാർ ഫിഷിനെയൊക്കെ കയ്യിലെടുക്കാൻ ഇച്ചിരി പേടിയായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പം അവിടെ ഇതേപോലെ മൂന്നാളുകൾ നിന്നിട്ട് ഇങ്ങനൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കുട്ടികളൊക്കെ പോയി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതും വളരെ രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ കുറച്ചേറെ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ അവർക്ക് ഓഫീസിലും കൂടി പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇൻ്റർനാഷണൽ സോണിലേക്കും കൾച്ചറൽ സോണിലേക്കും ഒക്കെ നമുക്ക് വേറൊരു ദിവസം പോവാം എന്നുള്ള പ്ലാനിൽ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു.
അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 10 ആകുമ്പോൾ തന്നെ അവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. എക്സ്പോയുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching the video.